സർ, എംപ്ലോയേഴ്സ് കൃത്യമായി TDS പിടിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ എംപ്ലോയീസ് ഇറോണസ് ആയിട്ട് റീഫണ്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്, റീഫണ്ട് മേടിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് സാറിന്റെ അഭിപ്രായം എന്താണ്? റിട്ടേൺ ഫയൽ ചെയ്തിട്ട് റീഫണ്ട് മേടിക്കാനും അതുപോലെ കമ്മീഷൻ മേടിക്കാനും ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന നമ്മളാണ് തീരുമാനിക്കുന്നത് ഇത് റിട്ടേൺ റീഫണ്ടിന് വേണ്ടി ഫയൽ ചെയ്യുന്നോ റിട്ടേൺ ശരിയായ രീതിയിൽ ഫയൽ ചെയ്യണം എന്നുള്ളത്. എപ്പോഴും ശരിയായ രീതിയിൽ ഫയൽ ചെയ്യാണ് നമുക്ക് റിട്ടേൺ എപ്പോഴും നല്ലത്. ഇൻകം ടാക്സിന് പിന്നെ നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് പേടിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാം. തെറ്റായ രീതിയിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പഴയ കൊല്ലങ്ങളിൽ റീഓപ്പൺ ചെയ്യാനും വീണ്ടും റീഅസസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പലപ്പോഴും നമ്മൾ ഇതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇല്ലാതെയാണ് പല കൺസൾട്ടന്മാരും ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുത്തുള്ളത്. ഇപ്പൊ തന്നെ പല ആളുകളും നമ്മളുടെ അടുത്ത് നോട്ടീസുകളും അസസ്മെന്റുമായിട്ട് വരുന്നുണ്ട്. ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ ഇതാണ്. പിന്നീട് നിങ്ങൾ അപ്പീലൊക്കെ ആയിട്ട് പോകണം, പക്ഷെ അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ ആവശ്യമാണ്. അപ്പൊ തെറ്റായ രീതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക, തെറ്റായ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാതിരിക്കുക, റീഫണ്ടിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക.